അപ്പം കഴിച്ച് നമ്മൾ പുറത്ത് പോവാണ്, വ്ളോഗിങ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ പോകുന്നത് ഷവർമ്മ കഴിക്കാൻ വേണ്ടി പോകും. കറിക്ക് പിള്ളേരെല്ലാം ഉണ്ടാവും, കറിക്കാൻ പാടില്ല. അപ്പം ശരി, അതൊന്നും പറ. വ്ളോഗിങ് ചെയ്യണം. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് വേണം. അപ്പോൾ പിള്ളേർ എഴുതുന്നത് കണ്ടോ. അപ്പോൾ എന്നെ വ്ളോഗ്സ് ഒക്കെ നോക്കണം. അപ്പം നവലൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുവാണ്. അമ്പലം പിള്ളേരോട് ഒരു ചതിങ്ങളെ എടാ അവനും ഉണ്ട്. ആ നമ്മൾ പോവാണ്. അവിടെ ചെന്നിട്ട് പറയാം. അല്ല 4 പേരുണ്ട്. അപ്പം ഗൈസ് അവിടെ ഉണ്ടാവും തോന്നുന്നത്. അപ്പോൾ ഉറപ്പൊന്നുമില്ല. ആര് എങ്ങോട്ടോ പോയിട്ടുണ്ട്, അത്ര പറയാ. നടന്നു പോവാണ് ഗൈസ്. അമ്മമാരെ കണ്ട് കണ്ടാ ഗൈസ് അമ്മമാർ നിൽക്കുന്നുണ്ടാ ഇവിടെ റിക്ഷയുടെ പുറകെ. അപ്പം നമ്മൾ ഇന്ന് ഷവർമ്മ കട പോവാണ്. നമ്മുടെ വ്ളോഗിങ്. അപ്പം നമ്മുടെ ചേട്ടനുണ്ട്, നവലുണ്ട്. അപ്പോൾ അമ്മമാരെ കാണിച്ചുതരാം. അപ്പം പൈസ എടുത്താ നമ്മൾ നടന്നു പോവാ. ഷോർട്ട് കട്ട് ഉണ്ടോ അവിടെ? ഷോർട്ട് കട്ട് ഉണ്ട്. പിള്ളേർ വരുന്നുണ്ട്. അപ്പോൾ പിള്ളേരറിയാതെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറയാൻ. അപ്പോൾ നമ്മൾ ഊട്ടി പോയി. ആടാ വേറെ വഴിയുണ്ട്. മേടിക്കണ്ടോ ഈ വഴി കൂടാ. അപ്പൊ ശിവകുമാർക്ക് പേടിയാണ് പിള്ളേരെ. പോവാം, വാ. അതിൽ കൂടി പോണേ, അത് പണിയാ. അതിൽ കൂടി പോവാന്ന് സിമ്പിള്. വാ എന്താ കളരി വാടാ. അവന്മാര് നമ്മുടെ ശത്രുവാണ് അവിടെ കണ്ടത്. അപ്പോൾ അവന്മാരുടെ മുമ്പ് പൈറ്റൊക്കെ നടന്നിരുന്നായിരുന്നു. അവന്മാർക്കെല്ലാം പേടില്ല. നമ്മൾ 4 പേരേ ഉള്ളൂ. അവിടെ 10-20 പേരുണ്ട്. പക്ഷേ അവന്മാര് അവിടെ പോവാന്ന് പോണേ. ചേട്ടന്മാരെ അവിടെ നിൽക്കി. അവർക്ക് പേടി. അവന്മാർക്കെല്ലാം പേടി. എനിക്ക് പറഞ്ഞില്ല അവന്മാർ തല്ലിയാലും ഞാൻ കൊടുക്കും തിരിച്ച്. ഉള്ള അവന്മാരെയൊക്കെ ഞാൻ തിരിച്ചു കൊടുക്കും. ഇവന്മാരാണ് പ്രശ്നം. അവന്മാർക്കൊക്കെ പേടിയാ. കണ്ടാ നിൽക്കുന്നവന്മാരെ കണ്ടാ അപ്പം പേടി. അപ്പം അതണ്ടാ ഉടുപ്പ് അവിടെ കണ്ടു പിടിച്ചിട്ടുണ്ട്. എൻ്റെ അനിയൻ്റെയാണ്, എൻ്റെ കോച്ചാണ്. ഞാൻ ഫോട്ടോ ഉണ്ട് എൻ്റെ. പകുതി വരായിട്ടുണ്ട്. കുറച്ചും കൂടെ പോയാൽ ഇതാണ് ഷോർട്ട് കട്ട്. 4 പേരും കൂടെ ഫുൾ ബ്ലാക്കാണ്. ചിറ്റാച്ചിയുടെ ചുമ്മാ ചുമ്മാ ആ എന്തോ
മറ്റവന്മാർ സമ്മതിച്ചില്ലല്ലോ ആ വഴി തന്നെ ഇവിടെ അവന്മാര് നിൽപ്പുണ്ടാവുക. നമ്മളൊരു നമ്മളെ മാറ്റി ഈ വഴിയാണ് നമ്മൾ നോക്കുന്നത്. പട്ടിനൊക്കെ ഹായ് പിടിക്കുന്നു. അപ്പോൾ വണ്ടി വരുന്നുണ്ട്. ഇത്രയും ചെറിയ വഴിയാണ്, ഇത്രയും വലിയ വണ്ടി. കൂടി സാധാരണ വണ്ടിയൊന്നും പോറില്ല. എല്ലാ വണ്ടികളും ചെലവാക്കും. നമ്മള് ഭക്ഷണം കഴിക്കണ എല്ലാം കാണിക്കുവാണ്. അപ്പൊ നാളെ ഫുഡ് ഇടിക്കുവാണ്. അപ്പം നമ്മളൊരു മീറ്റിംഗ് ആണ് ശരിക്കും വെക്കുന്നത്. നിവേദായിരുന്നു. അപ്പോൾ ഇതിലുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് കണ്ടാ നിവേദ് ഇവിടെ ഒരു കൊച്ചു പോകുന്നതാണോ നിങ്ങൾക്ക് സൈക്കിൾ ഓട്ടി? നമ്മുടെ ഫ്രണ്ടാണ് നിവേദ്. നമ്മളെ അറിയാൻ പാടില്ല. അപ്പൊ ഫ്രണ്ടിൽ ക്യാമറ കൊണ്ട് ഞാൻ ക്യാമറ വെക്കും സെറ്റ് ചെയ്താണ്. നമ്മൾ ഒരുമിച്ച് പോവുക. എൻ്റെ അമ്പുമോനല്ല, എടാ നിനക്കൊരു കിടലും പേര്. നമ്മൾ പോവാണ്. ഇതാണ് നമ്മുടെ ചേട്ടൻ. ചേട്ടൻ എന്തെങ്കിലും പറ. പക്ഷെ അത് കണ്ടോ ആ പോകുന്നേ, ഞാൻ സൂം ചെയ്ത് കാണിക്കുക. ആ പോകുന്നേ സൈക്കിളേ, അവൻ നമ്മുടെ ഫ്രണ്ടാണ് നിവേദ്. അവൻ ചുമ്മാ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. അതെ ചേട്ടൻ ലൈവ് ഇടട്ടെ. കണ്ടിട്ടില്ലേ ഇന്നേ വരെ എത്രയും ചെറുത്. അപ്പോൾ നമ്മളിവിടെ പൈസ കളക്ട് ചെയ്തൊരു 700 രൂപ അല്ല 500 700 നമ്മളിപ്പോൾ 800 റുപ്പീസാണ് എടുത്തത്. അല്ല 800 അതല്ലേ ഞാൻ 190 കൊണ്ട് എടുത്തുള്ളൂ. ബാക്കി ഒരു ചേട്ടയുടെ അപ്പം എൻ്റെ 10 രൂപ ബാക്കി കൊടുക്കാണ്ട്. അപ്പം എൻ്റെ അനിയൻ എൻ്റെ ചേട്ടായി ഫ്രണ്ട് തന്ന് 10 രൂപ. അപ്പം വലിയ കാര്യമാണിത്. അതെ അക്കാത്തൂക്കി മെമ്പറാണ് ഇവൻ. ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇല്ല നമ്മൾ ലോഗിൻ ചെയ്ത് പോവാണ്. ചേട്ടാ പൈസ വല്ലതും ഉണ്ടോ? എനിക്ക് 10 രൂപ. ഞാൻ 40 രൂപ എടുക്കുക. അപ്പം എല്ലാവരും കൂടി 800 റുപ്പീസാണ് കൊണ്ടുവന്നേക്കുന്നത്. ചുമ്മാ പറഞ്ഞ കൈസ് അത്ര ഒന്നും ഇല്ല. അത് ചേഞ്ച് ഇല്ലാതെ വന്നപ്പോൾ ബാക്കി കൊണ്ടുപോകണം. എന്തായാലും കഴിഞ്ഞാൽ കൈസ് നമുക്ക് ഇച്ചിരി വില കൂടിയ സാധനം മേടിക്കാം. അപ്പോൾ ചേട്ടായുടെ നമുക്ക് പൈസ എടുക്കാം. നമ്മൾ വാഷ്റൂമിൽ പോകണം. അപ്പോൾ നമ്മളെ തമ്പി ബ്രോ കൈ കഴുകണം. അപ്പോൾ നമുക്കും കൈ കഴുകണം. ജോലി മസിൽ റിവീലാണ് സെപ്റ്റംബർ 19 ബർത്ത്ഡേ. നമ്മൾ തുറന്ന് കയറി അതിവിടെ ഇരിക്കേ. ഫോട്ടോ അപ്പം stop now, we all fall down
alone sometimes, yeah, but that's just life. So cross my heart and hope to die. Baby, I was born to പല പല മേടിക്കും. So guys, ക്രിസ്പല്ലേ കഴിക്കൂ ആർക്കും തരാണ്ട് ഇവൻ ക്രിസ്പൽ അല്ല, ഞങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചു. ക്രിസ്പൽ അങ്ങനെ ക്രിസ്പല്ലോ മേടിക്കൂ. എൻ്റെ ഏറ്റവും ഇഷ്ടം ആർക്കും കൊടുക്കാറില്ല. പിന്നെ ഞാൻ 200 ഡയറി മിൽക്ക് അതൊക്കെ പണ്ട് ആ ഞാനും അതൊക്കെ എങ്ങനെ ഇവിടെ പണ്ടൊക്കെ ചെറുപ്പത്തില് ഞാൻ നെയ്തിന്റെ ബർത്ത്ഡേ പോയേക്കണായിരുന്നു. നെയ്ത് എന്റെ കസിൻ കൊച്ചി, അവൻ ജോസേനേക്കാളും ചെറുതാണ്. അവന്റെ അച്ചാച്ചനാ അവന്റെ അപ്പൊ അവനാരോ കൊടുത്തവന് 2000 രൂപ 4,500 നോട്ട്. അവൻ എന്ത് ചെയ്യണമെന്നറിയാം, അവൻ ഇങ്ങനെ പിടിച്ചിട്ട് എറിഞ്ഞ് കളിക്കും. 500 നോട്ട്. അയ്യോ കട്ടിയടാ. നിങ്ങളാരും ഒന്നും പറയില്ലല്ലേ? എന്റെ പൊന്നു കൊച്ചല്ലേ അങ്ങനൊക്കെ. അടുത്ത സെപ്റ്റംബർ 19 അതെ അതിനാ അതിനാ എന്റെ ഓ അങ്ങനെ. ആ ചുമ്മാ പറഞ്ഞാണ്ട് ശരിക്കും നിങ്ങളെല്ലാരും എന്റെ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എന്റെയും അപ്പൊ ചേട്ടയുടെ ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് ആടെങ്കിലും ഞാൻ എപ്പോഴും ഇതിനെ വെളുത്തിരിക്കും. ആർക്കും ഇല്ല കണ്ട. അയ്യോ എനിക്ക് മാത്രമുള്ള സീക്രറ്റാ. മലയാളി പാമ്പല്ല, പാമ്പിന്റെ മോനെ അവിടെ ചായ കുടിക്കാൻ വേണ്ടി കളയാറ്. അവന്മാരെ പേടിക്കണ്ടോ? നമ്മള് ധൈര്യമായിട്ട് നടക്കണം. നമ്മുടെ ക്യാമറ ഉണ്ട്, പേടിപ്പിച്ച. ആ എന്നെ വാതിൽ കൂടി പോകണ്ടേ. എടാ അത് ദൂരം ഉണ്ട് കേട്ടോ. എടാ നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ മാങ്ങ എല്ലാ തിരിച്ചറിയത്തില്ല. റംബൂട്ട മറ്റേ ഇത് പാഷൻ ഫ്രൂട്ട്. ആ പാഷൻ ഫ്രൂട്ട് അല്ല പാഷൻ ഫ്രൂട്ട്. കിടക്കച്ചില്ലേ എനിക്ക് ഉണ്ടാവണം. മാങ്ങ നമ്മള് നടക്കുന്നുണ്ടോ ഇതിനകത്തുണ്ടാ ഫേവറേറ്റില്ലേ? ഒരുമിച്ച് ഒരേ ലൈനിൽ ഇങ്ങനെ നടക്കുന്നു. നിങ്ങൾ തന്നെ അത് ആരൊക്കെയാണ് വഴി പോകുന്നത്? പുള്ളിനിക്കാനുള്ള വഴി പറയില്ലേ, അവിടെ അവരുടെ കുഞ്ഞോ അവിടുത്തെ ഒരു ടീമാണ്. അവന്മാരവിടെ കിട്ടുക. അല്ലെ നമുക്ക് കൂടുതൽ കൂടി പോകണം, ധൈര്യം വേണം. അവനെ പേടിക്കാൻ പാടില്ലേ. അനെ അതിൽ കൂടി തന്നെ പോവാ. അവരെന്തെങ്കിലും പറയട്ടെ, അവന്മാരെന്തെങ്കിലും ചെയ്യണം. നമ്മൾ ക്യാമറ 2 വഴി കൂടെ പോയി കഴിഞ്ഞാൽ അതിനെ കൂടെ തന്നെ ചേട്ടാ നമ്മളെ പരിപാടിയില്ല. ചേട്ടേ ഒന്ന് ഓർത്ത് നോക്ക്, കുറച്ച് മുമ്പ് നമ്മൾ ഇരിക്കാതെ ഇപ്പൊ കണ്ട കിടന്ന് പെടയുന്നേ. ആ 80 റുപ്പീസിന്റെ പെപ്സി ആയിരുന്നില്ലേ ഈ സമയത്ത് നമ്മൾ കുടിച്ച് പോയത്. കാശല്ല
കൂടുതൽ കാര്യങ്ങളും ഉണ്ടായിരുന്നു. കണ്ട കഴിച്ചിട്ട് കുഞ്ഞിൻ്റെ ഒരു കോമഡി ചാനലാണ് കണ്ടാ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു. നമുക്ക് നടക്കാം, നമുക്ക് റൈറ്റിലേക്ക് പോയി നോക്കാം. സ്റ്റാൻഡേർഡ് ഞാൻ അവനെ റെക്കോർഡ് ചെയ്തു. എടാ അവനെ പോകാൻ നോക്കി റെക്കോർഡ് ചെയ്തു. അവൻ്റെ റെക്കോർഡ് ചെയ്തു എന്ത് കാണിക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്ത് നമ്മുടെ മുഖം ഞാൻ വീഡിയോ എടുത്തു. ചുമ്മാ കാണിക്കാം. അവന്മാർ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ പറയും ആ പഴക്കമുണ്ടാക്കി അവന്മാർ. ശരിയാ, ഗുഡ് ഐഡിയ. നിനക്ക് ഇടക്കിടക്ക് ബുദ്ധി വരുമെങ്കിലും ബുദ്ധി ഉണ്ടല്ലോ. അങ്ങനെ നീ അങ്ങനെ പറയണ്ടായിരുന്നു, ഇടയ്ക്കായിരുന്നു. ഇത് നിറച്ച് വാങ്ങായിരുന്നു. ഇത് ഞങ്ങളുടെ ഫ്രണ്ടായിരുന്നു. എത്ര 7 മണിയാ? അതെ എൻ്റെ പൊന്നു, 7 മണിയൊന്നും പറയില്ല കേട്ടോ. ഉണ്ടാ നല്ല വിളിക്ക. എന്ത് പാണ്ടി ബോയ്സ് എൻ്റെ അമ്മ എന്നാ പറയുമോ 160 170 കൊടുത്ത്. എന്നാലും എന്നാലും ആ സമയത്ത് 20 രൂപ എക്സ്ട്രാ ഇടുമായിരുന്നെങ്കിൽ എന്റെ മോന്ത റെക്കോർഡ് ചെയ്യണം. ഞാൻ നിന്റെ മോന്ത റെക്കോർഡ് അയ്യോ ഞാൻ അങ്ങനെ മേളിലേക്ക് നോക്കണ്ട. ഇവിടെ ചോദിച്ച സത്യം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അവന്മാരുടെ എല്ലാം തുറന്നു പറഞ്ഞാലോ? ഒന്നും തോന്നുന്നു. അതിനാ അവന്മാരെ കൊതിപ്പിച്ചൊന്നും ഉടിപ്പിച്ചേക്കാം. എടാ അവന്മാരെ കൊതിപ്പിക്ക് ഓടിച്ചില്ലേ? എന്താ പറയുന്നത്? ഞാൻ എൻ്റെ ഫ്രണ്ട് വീട്ടിൽ പോയി വേട്ടവാല പറഞ്ഞ് അവിടെ വന്നു. ഞാനപ്പോ അമ്പലത്തിൽ പോയി ചുമ്മാ പുറത്തോട്ട് നടക്കാൻ വേണ്ടി. അവിടെ ഇല്ല, നമ്മള് വീട്ടിൽ പോകും. ഇവന്റെ അപ്പാപ്പയുടെ വീട്ടിൽ പോയി. ഞാനമ്പോ അമ്പലത്തിൽ പോയി. ഞങ്ങളെല്ലാരും കൂടെ വന്നോണ്ട് ഇവര് നമ്മളെ ഹോട്ടലിന്റെ അവിടെ ഒരു ഷവർമ തിന്നുന്ന കണ്ടില്ല. ഓക്കെ, അവന്മാരോട് പറയാം നമ്മള് ഷവർമ തിന്നിട്ടില്ലെന്ന്. ഞാനാണെങ്കിൽ 2 ഷവർമ കുറച്ച് കുബൂസെല്ലാം നമുക്കിനെ മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഇരുന്നു. ഇവിടെ 4 എണ്ണം 90 റുപ്പീസിന്റെ ഷവർമ നമുക്ക് അടിച്ചു കയറ്റി. 90 റുപ്പീസ് അവൻ്റെ. എടാ 70 രൂപ ഇരുന്നാൽ നമുക്കൊരു നല്ല പെപ്സി കുടിക്കാം. 10-20 കുക്കടെ പെപ്സി അവന്മാർ മേടിച്ചോളൂ. ഇടിച്ചിടിച്ച് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകും. എടാ ഞാൻ എടുത്തു ടോട്ടല് വലിയ 300 രൂപ ഉള്ളൂ 4 പേർക്ക്. വന്നപ്പോഴല്ലേ 400. എടാ ഞാൻ എൻ്റെ ഉണ്ടോ? എൻ്റെ ഉണ്ട് ഒരു കാലി രൂപയാ എല്ലാം തീർന്നു. ഞാൻ എൻ്റെ ഫോണും കാണിക്കോ കാണുന്നില്ല. നമ്മൾ ഷവർമ കഴിച്ചില്ലെന്ന് പറയണേ. പിന്നെ ജ്യൂസും അമ്മ അവിടെ നിൽക്കുവാ. അവിടെ അപ്പൊ നമ്മള് കുറച്ച് എം ടി അല്ല ഇങ്ങോട്ട് എത്തിന് പോയത്.
ചേട്ടാ എന്നെ കാണാൻ വേണ്ടി വന്നു. അല്ലെ വീട്ടിൽ പോകാൻ കുറച്ച് കഴിഞ്ഞിട്ട്